ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെഡ്റൂമിൽ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. ഇതൊക്കെ നോക്കാൻ എവിടെ സമയം എന്ന് ചോദിക്കണോ എൻ്റെ അടുത്ത്. ഈ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വെറും വെള്ളത്തിൽ പോലും ഒരു മെയിൻ്റെനൻസും കൊടുക്കാതെ തനിയെ വളരുന്ന ചെടികളാണ് കേട്ടോ. ഇനി ബെഡ്റൂമിൽ ഏതൊക്കെ ചെടികളാണ് വെക്കാൻ പറ്റുന്നത്, ചെടികൾ വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ചെറുതായി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യം ബെഡ്റൂമിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ നോക്കാം കേട്ടോ. ഈ ഗ്രീൻ കളർ കാണുന്നതന്നെ നമ്മുടെ ബ്രെയിനിന് പോസിറ്റീവ് സിഗ്നൽസ് നൽകും, ബെറ്റർ സ്ലീപ്പ് ക്വാളിറ്റി നൽകും. അതുപോലെ ചില ചെടികൾ ഓക്സിജൻ റിലീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഉറക്കം ഡീപ്പാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ വേറെ ചില ചെടികൾ എയർ പ്യൂരിഫൈ ചെയ്യും, അതുകൊണ്ട് തന്നെ ഈ റൂമിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല്, ഡസ്റ്റ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ബെഡ്റൂമിൽ വയ്ക്കാൻ പറ്റിയ നമ്പർ 1 പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് നൈറ്റായാൽ പോലും ഓക്സിജൻ റിലീസ് ചെയ്യും. പിന്നെ ചെറിയ ലൈറ്റ് മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ബിഗ്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത് നമ്മുടെ ലക്കി ബാമ്പു. ഇതൊരു പോസിറ്റീവ്നെസ്സിൻ്റെ ഒരു അടയാളമായിട്ടാണ് കേട്ടോ. നല്ലപോലെ പെട്ടെന്ന് തന്നെ തഴച്ച് വളരും. പിന്നെ ഇതിന് മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മി മതി. വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാലും നല്ലപോലെ വളരുന്ന ചെടിയാണ് ലക്കി ബാമ്പു. മൂന്നാമത്തെ ചെടിയാണ് മണി പ്ലാന്റ്. പോസിറ്റീവ് എനർജി സിമ്പിളായിട്ടാണ് കേട്ടോ പലരും ഇതിനെ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നേരത്തെ പോലെ വെള്ളത്തിലിട്ട് വെച്ചാലും നന്നായി വളരും. പിന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, ഈസി കെയർ ആണ്, വലുതായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടേ പടർത്തി വിടേ എങ്ങനെ വേണമെങ്കിലും വെച്ചാലും നല്ല ചന്താണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു പൗഡറിൻ്റെ ഡപ്പയിൽ ഞാൻ സെറ്റ് ചെയ്തതാണ്. മണി പ്ലാന്റും നൈറ്റിൽ ഓക്സിജൻ റിലീസ് ചെയ്യും കേട്ടോ. പിന്നെ ലോ ലൈറ്റ് മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. മണ്ണിലാണ് വെക്കണമെന്ന് വെച്ചാൽ അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത ചെടിയാണ് അലോവേര. അലോവേരയുടെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സ്കിന്നിനും ഹെയറിനും എല്ലാറ്റിനും നല്ലതാണ്. അതേപോലെ തന്നെയാണ് ഇതൊരു നല്ല അടിപൊളി ബെഡ്റൂം പ്ലാന്റും കൂടിയാണ് കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ചെറിയ ലൈറ്റ് മതി, ചെറുതായി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് എനിക്ക് ഇന്നലെ കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിദ്യ ചേച്ചി തന്നതാണ്. ഇതൊക്കെ ചെറിയ ലൈറ്റിൽ വളരുന്ന ചെടികളാണ് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. കുഞ്ഞു കുഞ്ഞ് ചെടികളാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാത്രമാണ് വെക്കാൻ വേണ്ടിയിട്ട്. പൗഡറിൻ്റെ ഡപ്പ, കുപ്പി, ചിലതൊക്കെ വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒക്കെ ഗ്ലാസ് പോലത്തെ ഒരു ഇതും. പിന്നെ ഈ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് ചാണകപ്പൊടി, ഇതൊക്കെ ചേർന്നിട്ടുള്ള മണ്ണ് മിക്സ് ചെയ്ത് നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വലിയ മെയിൻ്റെനൻസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ചട്ടിയും ചെടികളൊക്കെ അങ്ങനെ മാറ്റി വെച്ചപ്പോൾ എൻ്റെ കുറേ ചെടികളൊക്കെ പോയിട്ടോ. പിന്നെ ചിലതിനൊക്കെ മണ്ണിട്ടിട്ട് സെറ്റാക്കേണ്ടതുണ്ട്. ഇത് പഴയതാട്ടോ, കുറച്ചും കൂടി മണ്ണിട്ടിട്ട് സെറ്റാക്കി കൊടുക്കണതാണ്. ഇതൊരു ഇല മുളച്ച് പോലത്തെ ടൈപ്പ് ചെടിയാണ്. ഇല വീണോടത്ത് ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. 2-3 ചെടിയുള്ളൂ. നല്ല തിക്കായിട്ട് വന്നതായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് തിക്നെസ് കുറഞ്ഞു. അപ്പോൾ ഒരെണ്ണം കൂടിയും അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനാട്ടോ. പക്ഷേ ഈ പ്ലാന്റിനും വലിയ മെയിൻ്റെനൻസ് ഒന്നും വേണ്ട കേട്ടോ. വെള്ളം അധികം ആവാൻ പാടില്ല, ലൈറ്റ് അധികം ആവാൻ പാടില്ല, ഒക്കെ അങ്ങനെ ലൈറ്റായിട്ട് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് വളരും. വെള്ളം അധികമായാലും ചീഞ്ഞ് നാശമാവും. അതുപോലെ തന്നെ ലൈറ്റ് നല്ല സൂര്യപ്രകാശത്തിൽ വെച്ചാലും പെട്ടെന്ന് ചീത്തയായി പോകും. ഈ പ്ലാന്റ് കാണാൻ നല്ല ചന്തമാണ് കേട്ടോ. ഇത് തിക്കായിട്ട് വരും, നിറച്ച് തിക്കായിട്ട്. ഇപ്പോൾ 2-3 ഉള്ളത് കാരണമാണ് ഇങ്ങനെ. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഒരു പ്ലാന്റ് ഉണ്ട്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനിത് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല ചന്തത്തിലിരിക്കുന്നുണ്ട്. ഇനിയുള്ളത് കുഞ്ഞൊരു ചട്ടി കേട്ടോ. അതിൽ കുഞ്ഞൊരു മുള്ളിൻ്റെ പോലത്തെ ഒരു ചെടിയാണ്.
ഇത് നനച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ നനച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് വളർന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ചന്താവും. ഇപ്പം ഇത്രയേ ഉള്ളൂ എങ്കിലും പെട്ടെന്ന് വളരും കേട്ടോ. ശാഖയും ഇതൊക്കെ നല്ലപോലെ വരും. ഇനി വേറൊരു മുള്ളിൻ്റെ ചെടിയാണ് കേട്ടോ ഇത്. ഇതും ഇങ്ങനെ പൗഡറിൻ്റെ ഡപ്പയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒക്കെ ജനലിൻ്റെ സൈഡിൽ വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വലുതാവും. അതുകൊണ്ട് ചെറിയ ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ചെറിയ ഇതിലാവുമ്പോൾ അധികം വലുതാവില്ല. ഇത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ നമുക്ക്. പിന്നെ ഇതൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാം. പിന്നെ എൻ്റെ അടുത്ത് സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, പക്ഷെ അത് നല്ല നീളത്തിൽ വളരുന്ന സ്നേക്ക് പ്ലാന്റാണ്. ഇതിങ്ങനെ ബുഷ് പോലെ അങ്ങനെ ഇത് ഇത്ര നീട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇതാവുമ്പോൾ ഞാൻ ജനലിൽ വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ്, പക്ഷെ അത് നല്ല പോലെ നീട്ടം പോകുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇനിയുള്ളത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കൊലകൊലയായിട്ട് വരും കേട്ടോ. അതിന് സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വലുതായിട്ട് ഇങ്ങനെ ബുഷ് പോലെ അങ്ങനെ നല്ലപോലെ ലീഫൊക്കെ വന്നിട്ട് നല്ല ചന്താവും കേട്ടോ. പിന്നെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇലയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ചെറിയ പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വലിയ ചന്തൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് വലുതായി വരുമ്പോൾ നല്ല രസമാവും. പിന്നെ ഇങ്ങനെ കുഞ്ഞൊരു ചെടിയുണ്ട്. ഇതും ഇവിടെ ഉണ്ടായിരുന്നതാണ്, പെയിൻറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് പോയതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ, ഇതിൻ്റെയൊക്കെ ഇല കാണുമ്പോൾ ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഉണ്ടാവും. അങ്ങനെ എല്ലാ ചെടികളും നട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതെല്ലാം ജനലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കണം. ഒരുപോലത്തെ 2 വൈറ്റ് പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 ഫ്രണ്ടിലത്തെ ജനലിൽ അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ലൈറ്റ് ഉണ്ടാവില്ല, ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് ഈ ചെടികൾക്കൊക്കെ കുറച്ച് ലൈറ്റ് മാത്രം മതി, നന്നായി വളർന്നോളും. ഇനിയുള്ളത് അപ്പുറത്തെ സൈഡത്തെ ജനലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെക്കണ ചെടികളുണ്ടല്ലോ, മണി പ്ലാന്റ്, ലക്കി ബാമ്പു, പിന്നെ നേരത്തെ കാണിച്ച ആ ചുവന്ന പ്ലാന്റ്, ഇതൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ലോണം സൂര്യപ്രകാശം വേണ്ട ചെടികളൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുൾച്ചെടിയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചന്തമാവും കേട്ടോ. കുറച്ച് വേഗം വളരുന്ന ചെടിയാണിത്. ഇതാണ് കേട്ടോ ജനലിൻ്റെ സൈഡത്തേക്ക് ഫൈനൽ ലുക്ക്. നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കണുണ്ട് കേട്ടോ.